ഹലോ ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്ത്യയിൽ BSc അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ, ഫിഷറീസ്, ഫോറസ്ട്രി തുടങ്ങിയ ഡിപ്പാർട്ട്മെന്റുകളിൽ ജോലി വളരെ സാധ്യതയുള്ള ഒരു മേഖലയാണ്. BSc അഗ്രികൾച്ചർ ആയാലും ഹോർട്ടിക്കൾച്ചർ ആയാലും ഫിഷറീസ്, ഫോറസ്ട്രി, പിന്നെ അതിനെ ബേസ് ചെയ്ത് ഉള്ള മറ്റു ഡയറി സയൻസ് തുടങ്ങിയ മേഖലയിൽ ഏറ്റവും കൂടുതൽ ജോബ് സർക്കാർ മേഖലയിൽ കിട്ടാനുള്ള ചാൻസ് ഉള്ള ഒരു കോഴ്സാണ്. ഈ കോഴ്സ് നമ്മൾക്ക് കിട്ടണമെങ്കിൽ രണ്ട് രീതിയിലാണ് കിട്ടുക. ഒന്ന്, നമ്മുടെ നീറ്റ് എക്സാമിനേഷൻ എഴുതി അതിന്റെ റാങ്കിന്റെ ബേസിൽ നീറ്റ് എക്സാം എഴുതി MBBS, BDS അങ്ങനെ തുടങ്ങിയ വെറ്റിനറി സയൻസ്, BSc അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ ഇങ്ങനെ റാങ്ക് അനുസരിച്ചിട്ടാണ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിൽ 85% സീറ്റുകൾ ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികൾ 85% സീറ്റുകൾ ഫില്ല് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ നീറ്റ് എക്സാമിനേഷൻ ആൻഡ് ഇറ്റ്സ് റിസൾട്ട്സ്. ബാക്കി വരുന്ന 15% സീറ്റുകളെ ഓൾ ഇന്ത്യ ലെവലിൽ നമ്മൾക്ക് സീറ്റുകൾ അവൈലബിൾ ആണ്. 15% സീറ്റുകൾ ഓൾ ഇന്ത്യ കോട്ടയാണ്. ഈ 15% സീറ്റുകളിൽ ഓൾ ഇന്ത്യ കോട്ടയിൽ നമ്മൾക്ക് ലഭിക്കണമെങ്കിൽ ഇന്ത്യയിൽ ഒരുപാട് യൂണിവേഴ്സിറ്റികളുണ്ട്, ഒത്തിരി യൂണിവേഴ്സിറ്റികളുണ്ട്. അപ്പൊ 66 സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളും 4 DMD യൂണിവേഴ്സിറ്റികളും അതുകൂടാതെ 3 സെൻട്രൽ യൂണിവേഴ്സിറ്റികളുണ്ട്. അപ്പോൾ സ്റ്റേറ്റ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റികൾ 66, സ്റ്റേറ്റ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റികൾ 66, സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ 3, ഡീംഡ് യൂണിവേഴ്സിറ്റികൾ 4, പിന്നെ 4 സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ വിത്ത് ഫാക്കൽറ്റി ഓഫ് അഗ്രികൾച്ചർ. അവിടെ മറ്റു ഫാക്കൽറ്റീസിന് പുറമെ അഗ്രികൾച്ചർ എന്ന വിഷയം എടുത്ത് പഠിക്കാനുള്ള ഒരു അവസരമുള്ള 4 സെൻട്രൽ യൂണിവേഴ്സിറ്റികളും ഉണ്ട്. അങ്ങനെ മൊത്തത്തിൽ 77 അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റികൾ ഇന്ത്യയിലുണ്ട്. അതിൽ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികൾ 85% സീറ്റുകളും അതത് സ്റ്റേറ്റ് ഗവൺമെന്റിന് നീറ്റിന്റെ ബേസിൽ സ്റ്റേറ്റ് അലോട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ബാക്കി വരുന്ന 15% സീറ്റുകൾ എന്ന് പറയുന്നത് ഈ സെൻട്രൽ കോട്ട അല്ലെങ്കിൽ ഓൾ ഇന്ത്യ കോട്ട എന്ന് പറയുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു എക്സാമിനേഷൻ വഴി ആണ് നടത്തിക്കൊണ്ടിരുന്നത്. മുമ്പാണെങ്കിൽ ഐക്കർ എന്ന് പറയുന്ന എക്സാമിനേഷൻ വഴിയായിരുന്നു. പിന്നെ കഴിഞ്ഞ 2 വർഷമായി ഐക്കർ എക്സാമിനേഷൻ മാറ്റിയതിനു ശേഷം ഐക്കറിന് പകരമായി CUT എന്ന് പറയുന്ന കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറയുന്ന NDA നടത്തുന്ന ആ ടെസ്റ്റ് വഴിയാണ് ശരിക്കും ഈ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റികളിൽ 15% വരുന്ന സീറ്റുകൾ ഫില്ല് ചെയ്യുന്നത്. മുമ്പ് ഐക്കർ എന്ന് പറയുന്ന സെപ്പറേറ്റ് എൻട്രൻസ് പരീക്ഷ ഉണ്ടായ സമയത്ത് വളരെ പ്രാധാന്യമുള്ള ഒരു എൻട്രൻസ് പരീക്ഷയായിരുന്നു ഐക്കർ എന്ന് പറയുമ്പോൾ. ഐക്കർ എന്ന് വെച്ചാൽ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് എന്ന് പറയുന്ന ഒരു ഓട്ടോണമസ് ബോഡിയാണ്, ഗവൺമെന്റ് ബോഡിയാണ്. അപ്പൊ അതിന്റെ ബേസിൽ ഒരു പരീക്ഷ നടത്തിയിരുന്നു. ആ പരീക്ഷയുടെ ബേസിലാണ് ഈ 15% സീറ്റുകൾ ഓൾ ഇന്ത്യ കോട്ടയായി നൽകിയിരുന്നുവെങ്കിൽ ഇപ്പോൾ ആ ഐക്കർ പരീക്ഷയ്ക്ക് പകരമായി CUT എന്ന് പറഞ്ഞ പരീക്ഷ ആണ് എഴുതേണ്ടത്. CUT എഴുതുമ്പോഴേക്കും നമ്മൾ CUT എക്സാമിനേഷന്റെ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് ഈ ഐക്കറിന്റെ അണ്ടറിൽ വരുന്ന ഈ യൂണിവേഴ്സിറ്റികളെ നമ്മൾ സെലക്ട് ചെയ്തിട്ടാൽ മതി. അപ്പൊ അതിനനുസരിച്ചുള്ള അഗ്രികൾച്ചർ അല്ലെങ്കിൽ ബയോളജി, സയൻസ് തുടങ്ങിയ സയൻസുകളെ ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷയായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതിൽ നല്ല സ്കോർ വാങ്ങി നല്ല മാർക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഈ ഓൾ ഇന്ത്യ കോട്ടയിലുള്ള ഈ ഇത്തരം സീറ്റുകൾ വളരെ ഈസി ആയിട്ട് കളക്ട് ചെയ്യും. അത് നമ്മൾ ഇന്ത്യയിൽ വന്നിട്ടാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞ 66 സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിൽ വലിയ യൂണിവേഴ്സിറ്റികളുണ്ട്. പഞ്ചാബിലെ ലുധിയാന അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, അതുപോലെ ഡൽഹിയിലുള്ള ഡീംഡ് യൂണിവേഴ്സിറ്റീസ്, ഇങ്ങനെയുള്ള വലിയ യൂണിവേഴ്സിറ്റികള്, വലിയ അവസരങ്ങളുള്ള യൂണിവേഴ്സിറ്റികളും ഉണ്ട്. കേരളത്തിലും അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റികൾക്കറിയാം, തൃശ്ശൂരുള്ള മണ്ണുത്തിയിലുള്ള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റികളും അതുകൂടാതെ ആണെങ്കിൽ പാങ്ങോടുള്ള ഓഷ്യൻ സ്റ്റഡീസിന്റെ അത് വരുന്നുണ്ട്. അപ്പൊ അതിനുള്ള വലിയൊരു അവസരമാണ് CUTക്ക് വരുന്നത്. അപ്പൊ CUT എൻട്രൻസ് പരീക്ഷ വരുന്ന സമയത്ത് CUT സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ളത് മാത്രമല്ല, അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ കിട്ടാനുമുള്ള ഒരു പരീക്ഷയാണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം വളരെ ശ്രദ്ധാപൂർവം അപേക്ഷ നൽകി അതിലേക്ക് ആ വിൻഡോ വഴി നിങ്ങൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ബഡാ ആയിട്ടുള്ള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റികളിൽ ഗവൺമെന്റ് ഫീസിൽ, വളരെ കുറഞ്ഞ ഗവൺമെന്റ് ഫീസിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അല്ലെങ്കിൽ
അഗ്രികൾച്ചർ തന്നെ എടുക്കാൻ BSc അഗ്രികൾച്ചർ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്താണ് പ്രൈവറ്റ് ഡീംഡ് യൂണിവേഴ്സിറ്റികളും ധാരാളമായിട്ടുണ്ട്. അവിടെ പോകുമ്പോൾ നിങ്ങൾ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ആ പ്രൈവറ്റ് ഡീംഡ് യൂണിവേഴ്സിറ്റികൾ എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റികള് ഐക്കന്റെ അക്രഡീഷൻ ഉണ്ടോ ഇല്ലേ എന്ന് നോക്കിയാൽ മതി. അതായത് നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ നിന്നും BSc അഗ്രികൾച്ചർ ഓണേഴ്സ് എടുത്ത് വെളിയിൽ ഇറങ്ങുന്ന സമയത്ത് കേരള ഗവൺമെന്റ് PSC പരീക്ഷകൾ തുടങ്ങിയ പരീക്ഷകൾ എഴുതണമെങ്കിൽ അവർ നോക്കുന്നത് യൂണിവേഴ്സിറ്റികൾ, അതായത് യൂണിവേഴ്സിറ്റി ഡിഗ്രി എടുത്ത ആ യൂണിവേഴ്സിറ്റികൾ ഐക്കറുടെ അക്രഡീഷൻ ഉണ്ടോ ഇല്ലേ എന്ന് നോക്കും. അക്രഡീഷൻ ഉണ്ടെങ്കിൽ മാത്രമേ PSCയുടെ പരീക്ഷ എഴുതാനും ഗവൺമെന്റ് തലത്തിലുള്ള ഒട്ടനവധി അവസരങ്ങൾ നമുക്ക് ലഭിക്കാനും സാധ്യതയുള്ളൂ. അതുകൊണ്ട് യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുന്ന സമയത്ത് ഐക്കർ അക്രഡിറ്റ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഐക്കർ അക്രഡിറ്റ് ചെയ്ത യൂണിവേഴ്സിറ്റികളുടെ അഫിലിയേഷനോട് കൂടിയിട്ടുള്ളതാണോ എന്ന് മാത്രം നോക്കിയാൽ മതി. അങ്ങനെയാണെങ്കിൽ പ്രൈവറ്റ് ഡീംഡ് യൂണിവേഴ്സിറ്റികളിലും പോയി പഠിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതിൽ നിന്ന് ഡിഗ്രി എടുത്തതിന് ശേഷം കേരളത്തിലെ PSC വഴിയുള്ള 12-ലധികം വരുന്ന ഗസറ്റഡ് ആയിട്ടുള്ള പോസ്റ്റുകൾക്കുള്ള വേക്കൻസീസ് ഇതിൽ നിന്ന് ഫിൽ ചെയ്യുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവമായി ഇത് ചെയ്ത് ഈ അവസരങ്ങൾ എന്താണ് നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളോട് പറയാം. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും എന്നോട് ചോദിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതിനകത്ത് എന്താണ് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വരുന്ന നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്ന രീതിയിൽ ബെല്ലൈക്കൺ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലുള്ള ചെറിയ ചെറിയ ഇൻഫർമേഷൻസ്, എനിക്കറിയാവുന്ന ചെറിയ ചെറിയ ഇൻഫർമേഷൻസ് ഞാൻ ഈ വീഡിയോയിൽ ഇടുകയും നിങ്ങൾക്കത് വാച്ച് ചെയ്തിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനും കഴിയും. താങ്ക് യു വെരി മച്ച്.